എൻ്റെ പേര് ലൂസി, തിരൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ 3 വർഷമായി പാമ്പിൻ്റെ ശല്യമായിരുന്നു. എലിയുടെയും പെരിച്ചാഴിയുടെയും വവ്വാലിൻ്റെയും എല്ലാത്തിൻ്റെയും ശല്യമായിരുന്നു. അതുകൂടാതെ അപ്പുറത്തെ വീട്ടിലെ നായും പൂച്ചയും രാത്രി ഞങ്ങൾ സിറ്റ് ഔട്ടിൽ വന്ന് കാട്ടിട്ടിട്ടും ഛർദ്ദിച്ചിട്ടും പോകും. അങ്ങനെ എല്ലാ തരം ക്ഷുദ്രജീവികളെ ശല്യമായിരുന്നു. അകത്ത് പാമ്പ് വരും, ബെഡ്റൂമിലും അടുക്കളയിലും സിറ്റ് ഔട്ടിലും പേരുടെ ചുറ്റും ഉണ്ടാവും, പക്ഷെ കടിക്കില്ല. വീടിൻ്റെ പുറത്ത് കാടാണ്, അതാണ് പാമ്പിൻ്റെ ശല്യം. ഞങ്ങൾക്ക് അന്നൊന്നും ഇത് അറിയില്ല. ഇവിടെ ധ്യാനത്തിന് കൂടി വന്നതിന് കഴിഞ്ഞ 2025 ഇവിടെ ധ്യാനം കൂടാൻ വന്ന് ഞാൻ 5 ദിവസം താമസിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉപ്പ് വെതറി പ്രാർത്ഥിച്ചൊക്കെ മാറുമെന്ന് പറഞ്ഞു. ധ്യാനം കഴിഞ്ഞ് ഞാൻ ധ്യാനത്തിന് പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ വക ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞങ്ങളെ കാത്തി രക്ഷിക്കണമെന്ന് പറഞ്ഞു. ധ്യാനം കഴിഞ്ഞപ്പോൾ 9 മാസമായി ഇന്നേ വരെ പാമ്പിൻ്റെയും നായുടെയും പൂച്ചയുടെയും എലിയുടെയും പെരിച്ചാഴിയുടെയും വവ്വാലിൻ്റെ ശല്യത്തിന് ഞങ്ങൾക്ക് പൂർണ്ണമോചനം കിട്ടി. ഈ വെഞ്ചരിച്ച കല്ലുപ്പും ഭൂതച്ചാരണ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച അത് ഉപയോഗിച്ചു നല്ലൊരു കൈയ്യടി കൊടുത്തു. 9 മാസമായി പരിപൂർണ്ണ വിടുതല്. ഇന്നലെ രാത്രിയിലത്തെ ശുശ്രൂഷ സമയത്ത് എത്ര പേരാന്ന് പറയും ഈ രീതിയിലുള്ള സമാനമായ ഇങ്ങനെ അനുഗ്രഹങ്ങള്. ഭൂതോച്ചാടന വസ്തുക്കള് ഉപയോഗിക്കുക, ബന്ധന പ്രാർത്ഥന ചൊല്ലുക. രണ്ടാമതൊരു സാക്ഷി, എൻ്റെ മകൾക്ക് 9 വർഷമായി മുട്ടുമേ വേദനയായിരുന്നു. ഏത് ഡോക്ടർ പരിശോധിച്ചാലും പറയും മുട്ട് തേയ്മാനാന്ന്. 6 മാസം മുമ്പ് അവൾക്ക് വേദന തീരെ സഹിക്കേണ്ടേ. ഇപ്പം ഞാൻ പറഞ്ഞു വേറെ ഡോക്ടറെ കാണിക്കുമ്പോളേ എന്ന് പറഞ്ഞു. ഞാൻ വെളിച്ചെണ്ണ ഒലീവ് ഓയിൽ വരട്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവൾ ഡോക്ടറെ കാട്ടിയപ്പോൾ വേറെ ഡോക്ടറെ കാട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മുട്ട് തേയ്മാനൊന്നല്ലല്ലോ, മോള് വല്ലയിടത്തും വീണുണ്ടാ, ചിരട്ട തെറ്റി കിടക്കണതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് 1 മാസം ഫിസിയോതെറാപ്പി മാത്രം ചെയ്താൽ മതി. അതുവരെ മോള് സ്റ്റെപ്പ് കയറുക ഭാരെടുക്കുക ഒന്നും ചെയ്തിരുന്നില്ല. അപ്പം ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അത്ഭുതജമാല ചൊവ്വാഴ്ച ഞങ്ങൾ മുടങ്ങാണ്ട് കാണുന്നത്. അച്ഛൻ പറഞ്ഞു ചിരട്ട തെറ്റി കിടക്കുന്ന മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനത് എൻ്റെ മകളാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. അതിൻ്റെ പിന്നെ ദിവസം ഞാൻ മകളോട് ചോദിച്ചു മുട്ടുവേദന ഇപ്പം എങ്ങനെയുണ്ട് ചോദിച്ചു. ഇപ്പം അമ്മ വേദനയൊന്നുമില്ല, ഞാൻ സ്റ്റെപ്പൊക്കെ ഓടി കയറുന്നുണ്ട്, ഇപ്പം എല്ലാ ഭാരമുള്ള പണികളും ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നും കാണാനില്ല. യേശുവേ നന്ദി. പിന്നെ ഇതുവരെ രോഗം ഉണ്ടായിട്ടില്ല. ഇപ്പൊ 2 മാസമായിട്ട് അതും സൗഖ്യം കിട്ടി. കണ്ടോ, അത്ഭുതമായി വിളിച്ചു വന്നതാണ് കേട്ടോ ഇതൊക്കെ. 3ാമത്തെ സാക്ഷി എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവ് ചക്ക വെട്ട് കിടന്നു 2 മാസം മുമ്പ്. ചക്ക വെട്ടിയിട്ട് പിന്നെ ആൾക്ക് നീരാൻ പറ്റില്ല, വടി പോലെ കുമ്പിട്ട് നിൽക്കുക. ഡോക്ടറെ കാട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു മരണമരത് ഉണ്ടാവും, വയസ്സായില്ലേ, തണ്ടൽ വേദന തേമാനായി, അതുകൊണ്ട് കുമ്പിടരുത്, ഭാരപ്പെട്ട പണികൾ ചെയ്യരുത്, യാത്ര ചെയ്യരുത്, അങ്ങനെ ഇരിക്കുക മാത്രം ചെയ്യാവോ, നേരം വെളുത്ത വൈകുന്നേരം വരെ പുറത്തേക്കൊന്നും പോകാണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ആ വിഷമായി. ആ അവസ്ഥയിൽ ഞാൻ ഒലിവ് ഓയിൽ വരട്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ മകൻ്റെ തണ്ടുവേന മാറ്റി കഴിയണമെങ്കിൽ ഞാൻ എൽറുകയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അന്നത്തെ അത്ഭുത ജമാലയിൽ അച്ഛൻ അവിടെ പറയേണ്ടത് തണ്ടിൽ വേദനയുള്ള മക്കളൊക്കെ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പ്രാർത്ഥിച്ചില്ലെന്ന് എനിക്കറിയില്ല, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇപ്പോൾ 3 മാസമായിൻ്റെ ആള് ചക്കി വെട്ടുണ്ട്, വിറക് വെട്ടുണ്ട്, കൈക്കോട്ടെടുത്ത് പറമ്പിൽ കളിക്കുന്നുണ്ട്. നല്ലൊരു ഗൈഡ് കൊടുത്ത എന്തൊരു നല്ല സാക്ഷ്യങ്ങൾ കേൾക്കണല്ലേ. നമ്മൾ 3 സാക്ഷ്യം കുമ്പിട്ട് നീരിനുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ 4ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ തൊണ്ടയിൽ 2 മാസം മുമ്പ് ഒരു മുള്ളു പോയി. ആവോലി മീൻ്റെ മുള്ളായിരുന്നു. ഒരാഴ്ചയായിട്ട് മുള്ളു പോണില്ല. എനിക്കാണെങ്കിൽ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. അപ്പം ഞാൻ ഓയിലും തേനും ഉപ്പും അന്നവെള്ളമൊക്കെ കൂട്ടിയിട്ട് ഗ്ലാസ്സിലാക്കിയിട്ട് ഞാൻ കർത്താവിനോട് അതുപോലെ കർത്താവേ ഞാൻ ഈ ഭൂതോച്ചാരണ വസ്തു ഉപയോഗിക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ മുള്ള ഇറങ്ങിപ്പോയാൽ ഞാൻ എൽറുകയിൽ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് തൊണ്ടയിൽ തൊഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു നിന്നു തൊണ്ടയിൽ. അത് കഴിഞ്ഞതിന് ശേഷം മുള്ളിറങ്ങിപ്പോയി, ഇപ്പൊ കാണാനില്ല. അപ്പൊ യേശുവേ എനിക്കും ഭർത്താവിനും മകൾക്കും ഈ അനുഗ്രഹങ്ങൾ തന്നതിന് 1000 നന്ദി പറയുന്നു. നല്ലൊരു ഗൈഡ് കൊടുത്തോട്ടോ, നല്ല സാക്ഷിയാണ് കേട്ടോ.